Oh shit. ആനന്ദാണല്ലോ. നീ എന്തൊക്കെയാടാ പറയുന്നേ? നിനക്ക് എന്ത് പറ്റി? നീ എവിടെയാ? ടോണിക്ക് ഫോൺ കൊടുക്കണു. ഫോണി അല്ല ടോണി എന്താ ഫോൺ. അത് നീ അങ്ങടുത്ത് സംസാരിച്ചാ പോരെ, വെറുതെ എന്നെ വിളിക്കണോ? ഗേളാണോ? അല്ല ആനന്ദ. ആനന്ദാണെങ്കിൽ നീ സംസാരിച്ചാ പോരെ, വെറുതെ എന്റെ ഫ്ലോയും കളഞ്ഞു. അവനെന്തോ കോഡ്രൻ എന്നോ LSSSP എന്നോ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ആനന്ദേ പറയടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ സമാധാനായിട്ടിരി, നമുക്കെല്ലാം ശരിയാക്കാം. ഞാൻ തിരിച്ചു വിളിക്കാട്ടോ. എന്താടാ, എന്താ പ്രശ്നം? ആനന്ദിന് എന്താ പറ്റി? ഒന്നുമില്ല. എന്താടാ കാര്യം പറ. അവൻ എന്താ പറ്റിയത്? എന്താ ആനന്ദിന് എന്താ പറ്റിയ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്താ പ്രശ്നം പറയടാ. അവന് വല്ല ആക്സിഡന്റോ വല്ലതോ? അവനൊരു ബിൽഡിങ്ങിന്റെ 3rd ഫ്ലോറിൽ ലിഫ്റ്റ് സ്റ്റക്കായി കുടുങ്ങി കിടക്കുക, അത്രേ ഉള്ളൂ. ഓ, എന്നിട്ട് അവൻ പറഞ്ഞോന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അവരെന്താ നിന്നെ വിളിച്ച? നീ ആരെ, ലിഫ്റ്റ് ഓപ്പറേറ്ററോ? അതല്ല, അവന്റെ കൂടെ ലിഫ്റ്റിൽ ഒരു വെളുത്ത സുന്ദരി പെണ്ണുകൂടിയുണ്ട്. അതിനെ വളയ്ക്കാൻ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാ അവൻ വിളിച്ചത്. അവൻ പറയുന്നതൊന്നും ആ പെൺകൊച്ചിന് മനസ്സിലാകരുതല്ലോ, അതുകൊണ്ടാ അവൻ ഇങ്ങനെ. അല്ല, അവൻ പറഞ്ഞ എങ്ങനെ നിനക്ക് ഇത്രയും പെട്ടെന്ന് മനസ്സിലായത്? അത് ഇത്തരം സിറ്റുവേഷൻ യൂസ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു കോഡ് ഭാഷ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ ബിൽഡിംഗില് ലിഫ്റ്റ് കംപ്ലൈന്റ് ആണെന്നും അവിടെ ഒരു മോഡൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അവനെ രാവിലെ അങ്ങോട്ട് പറഞ്ഞിട്ടു. എന്റെ അനുഗ്രഹം വാങ്ങിയിട്ടാ അവൻ രാവിലെ പോയത്. ഹോ, ഇങ്ങനൊരു ജന്മം. നീ ആ ചെക്കനെയും കൂടി തല്ലു കൊളിച്ചടങ്ങും അല്ലേ? എന്തായാലും നിങ്ങളെ പുതിയ പ്ലാൻ കൊള്ളാം. എന്ത് പ്ലാൻ? അല്ല, പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി പുതിയ പ്ലാനുകളൊക്കെ ഇറക്കിക്കൊണ്ടുവരികയല്ലേ, കൊള്ളാന്ന് പറയായിരുന്നു. ഇതൊക്കെ എന്ത്, ഇനി എന്തെല്ലാം നിങ്ങൾ കാണാനും കേൾക്കാനും കിടക്കുന്നു എന്റെ സാറാമേ. നാശം. ഇവർക്കിതൊന്ന് ശരിയാക്കിയാൽ എന്താ? ദിവസം 1/2 മണിക്കൂറാ ഇതിനകത്ത് പോന്നേ. ഏത് നേരത്താണോ ദൈവമേ എനിക്ക് ഈ ബിൽഡിങ്ങിൽ തന്നെ ജോലി കിട്ടിയത്? സ്റ്റെയർ കേസ് ഉണ്ടായിട്ട് ഞാൻ ഈ ലിഫ്റ്റിൽ തന്നെ കയറി വന്നല്ലോ. എന്റെ ദൈവമേ, ഞാൻ എന്തൊരു മണ്ടിയാ. അത് ശരിയാ. എന്ത്? അല്ല, ഈ ബിൽഡിംഗ് ശരിക്കും ഫുള്ളി തല്ലിപ്പൊളിയാ. ഉവ്വ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ, എന്റെ പേര് ആനന്ദ്. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, ഇനി എന്ത് ചെയ്യുന്നു ചിന്തിക്കാൻ നമ്മള് പരിചയപ്പെടണ്ടേ? ശ്രേയയുടെ പേരെന്താ? എന്റെ പേരെങ്ങനെ അറിയാം? അല്ല, കുട്ടിയുടെ മുഖം കണ്ടാല് മനസ്സിലാവും പേര് ശ്രേയ. അത് അതാ. ഓവ്, ആ ലിഫ്റ്റ് ഓപ്പറേറ്ററിന്റെ നമ്പർ ഞാൻ എടുക്കാൻ മറന്നുപോയി. നിങ്ങളുടെ കയ്യിലുണ്ടോ നമ്പർ? ഹലോ, ശ്രേയ ഫിലിം ഫീൽഡിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ? എനിക്ക് നായകനായിട്ട് അവസരം കിട്ടിയ ശ്രേയ നായികയാക്കാം. ആ, എന്ത് പറ്റി? അല്ല, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ അപ്പൻ പട്ടാളത്തിനാണെന്നാണോ മറുപടി പറയുന്നത്? അല്ല, ശ്രേയ തമാശക്കാരിയായിരുന്നല്ലേ? ഇന്നത്തെ ദിവസം മൊത്തം ഇതിനകത്ത് തന്നെ ഇരിക്കാനാണോ പ്ലാൻ? അതെ. അല്ല, ഞാനൊരു ലിഫ്റ്റ് ഓപ്പറേറ്ററെ വിളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിക്കാന്നാ പറഞ്ഞ. ഒന്ന് പെട്ടെന്ന് തിരിച്ചു വിളിക്കണം ടോണി, ഇനിയും വൈകിയത് കൈ വിട്ടു പോവും. ലിഫ്റ്റ് ഓപ്പറേറ്റർ. ഹലോ. എന്താടാ? സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുക. നീ ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ചു കേക്ക്. ആദ്യം നീ പോയി ആ ലിഫ്റ്റിന്റെ സ്വിച്ച് കുറെ പ്രാവശ്യം അമർത്തിയിട്ട് അവളെ ഡോർ ഉറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അഭിനയിക്ക്. ഓക്കെ. പിന്നെ സ്വിച്ച്
സ്വിച്ച് ശരിക്കും അമർത്തണ്ട, ഞെക്കുന്ന പോലെ അഭിനയിച്ചാ മതി. കുറെ പ്രാവശ്യം അമർത്തിയാ ചിലപ്പോ ഡോർ തുറന്നു വരും. നീ അവളോട് മോഡലിങ്ങിനെ പറ്റിയും അവൾ അഭിനയിച്ച പരസ്യത്തെ പറ്റിയും ഫ്ലാറ്ററിങ് വിടാത്ത ഒരു പെണ്ണുമില്ല. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ. എന്തായി വല്ലതും നടക്കോ? എന്ത് വില കൊടുത്തു? എത്രയും പെട്ടെന്ന് ലിഫ്റ്റ് തുറക്കാൻ ഓപ്പറേറ്റർ പറഞ്ഞു. ആ ഞാൻ ശരിയാക്കി തരാം. എന്ത് സംഭവിക്കോ എന്തോ. തുറക്കല്ലേ. ഇന്നൊരൊറ്റ ജീവികളെ കണ്ടില്ലല്ലോ. ഇന്നെന്താ ആന്റി കോഫി ഷോപ്പ് ഡേ ആണോ? കൊച്ചിക്കാർക്കൊന്നും ഇപ്പൊ കോഫി വേണ്ടടി. ആ ദേ ആരോ വരുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ. നല്ല ഐശ്വര്യമുള്ള ആരെങ്കിലും ആയിരിക്കണേ കർത്താവേ. ശോ, ഹലോ. വിളി വന്നു മോളെ, പോയി ഓർഡർ എടുത്തോ. സർ ഓർഡർ പ്ലീസ്. എന്താ വേണ്ടെന്നാ ചോദിച്ചേ? അതിപ്പോ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ കിട്ടുമോ? ഇതിലുള്ളത് കിട്ടും. ഞാനൊന്ന് നോക്കട്ടെ. സാറാ പോലെ എന്തെങ്കിലും സംശയം വന്നാ പിന്നെ ഞാൻ ആരോട് ചോദിക്കും? പിന്നെ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? എന്റെ പേര് അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഒരു മിനിറ്റ്. ഹലോ ജോഫിൻ, സോറി മോനെ, എനിക്കിന്ന് വരാൻ പറ്റില്ല. നോ നോ, ഒരു ചെറിയ ആക്സിഡന്റ്. നോ ഐ എം ഫൈൻ നോ. യാ ഹോസ്പിറ്റലിലാ. അയ്യോ ഇങ്ങോട്ടോ, വേണ്ട വേണ്ട. അത് ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണേ, അതുകൊണ്ടാ. ഓക്കേടാ. എൻ്റെ ഒരു ഫ്രണ്ടാ, ഇവിടെ വന്നോ ഭയങ്കര ശല്യമായിരിക്കും. ഓർഡർ തന്ന വലിയ ഉപകാരമായിരുന്നേനെ. അല്ല, സാറയ്ക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാ എടുത്തോളൂ. അത് എനിക്കും ഇഷ്ടാവും, അതുറപ്പാ. ദൈവമേ. ശ്രേയ അഭിനയിച്ച പരസ്യല്ലേ, അത് ഞാൻ ദിവസം 10 പ്രാവശ്യമെങ്കിലും കാണും. അത്രക്കിഷ്ട? അല്ല അതല്ല, അതിടയ്ക്കിടയ്ക്ക് TV കാണിക്കാറുണ്ടല്ലോ. എടോ, അരമണിക്കൂറായി. തന്റെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇപ്പോഴെങ്ങാനും എത്തുവോ? ആ എത്തുമായിരിക്കും. അപ്പൊ ഉറപ്പില്ലേ? അല്ല എത്തും. പിന്നെ ശ്രേയ, നീ പോടി എന്ന പടത്തിൽ അഭിനയിച്ചിരുന്നില്ലേ? വളരെ നന്നായിരുന്നു, സൂപ്പർ ആക്ടിങ്. പിന്നെ അതിന്റെ 2ാം ഭാഗം ഇറങ്ങുന്നില്ലേ? അതില് വല്ല ചാൻസ് ഉണ്ടെങ്കിൽ പറയണേ. നീ പോടാ. എന്തു പറ്റി? അല്ല, ഞാൻ ആ പടത്തിന്റെ 2ാം ഭാഗത്തിന്റെ പേര് പറഞ്ഞതാണേ. ഞാൻ കരുതി. അയാളെ ഒന്ന് വിളിക്കോ? കൊറേ നേരമായി. ഞാൻ വിളിക്കാം. ഓ, ആ തെണ്ടി രാവിലെ തന്നെ ഗേൾഫ്രണ്ട്സിനെ വിളിച്ച് പഞ്ചാരടിക്കാൻ തുടങ്ങി. ആ ഹലോ, എന്താ ഇതുവരെ വരാത്തത്? ഓക്കെ 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 ഓക്കെ. എന്തായി? അയാൾ എത്തിയോ? ഇല്ല, അവൻ വേറെ ഏതോ ലിഫ്റ്റ് ശരിയായിക്കൊണ്ടിരിക്കുക. ഓ ഗോഡ്. ഓ കൊഴപ്പില്ല. എന്ത് കൊഴപ്പില്ലെന്ന്? അതല്ല, അവനൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെലപ്പോ വർക്കൗട്ട് ആവും. ട്രിക്കോ? എന്ത് ട്രിക്ക്? ആ സ്വിച്ച് കണ്ടില്ലേ, അത് പലതവണ അമർത്തി നോക്കാം. ഒരു പ്രത്യേക രീതിയിൽ അമർത്തണം. ദാ ഇത് കണ്ടോ, ഞാൻ കാണിച്ചുതരാം. എന്തായി? താങ്ക്സ്. എന്താ ചെയ്യാ, എന്റെ ഒരു കാര്യം. താങ്ക് യു സോ മച്ച്. ഓ വെൽക്കം വെൽക്കം. ഓക്കെ ബൈ. ബൈ. എന്റെ പൊന്നെ. ആനന്ദേ, എന്തടാ നീ എന്താടാ ഇവിടെ? നീ എന്താടാ ഇവിടെ? വളഞ്ഞവള്. പിന്നെ അവള് താങ്ക്സ് പറഞ്ഞു പോയടാ. എന്നിട്ടെന്താ അവനാ ആ വഴിക്ക് പോയി. വേറൊന്നും പറഞ്ഞില്ല? വേറെന്ത് പറയാനാടാ? മരമണ്ടൻ.
എടാ ഒരു പെണ്ണിന് 1 മണിക്കൂർ ലിഫ്റ്റ് കിട്ടിയിട്ട് താങ്ക്സ് മാത്രം വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. ഞാനായിരുന്നെങ്കിലേ ഇപ്പൊ കെട്ട് കഴിഞ്ഞേനെ. എടാ അത് നീ ഒന്നും പറയണ്ട, നീ ഇനിയും കുറെ വളരേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അവള് മുകളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? ഞാനും കൂടി ഒന്ന് പോയി നോക്കാം. അപ്പൊ ഞാനും വരണ്ടേ? എനിക്കൊരു നോക്കൂത്തിയുടെ ആവശ്യമില്ല, അത് മണ്ടത്തരം മാത്രം പറയും നിന്നെ പോലെ സാധനം. ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ അവളെ വളച്ചോണ്ട് വരുന്നത് നീ കണ്ടോ? ഞാൻ വിളിക്കാട്ടാ, അല്ലെങ്കിൽ സ്റ്റെയർ കയറിപ്പോ. ശരി. ശ്രേയ, ടോണി, തീറ്റ കണ്ടാ തോന്നും ഒരാഴ്ച ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന്. അതിനീ കുറെ വില കൂടിയ ഐറ്റം കൊടുത്തതിന്റെ ദേഷ്യം തീർക്കാൻ തോന്നുന്നു. ഇവൻ എല്ലാ കാര്യത്തിനും ഇതേപോലെ ആർത്തിയാണെന്ന് തോന്നുന്നു. ശാവം. Vineet, you're here. How come you're here? ഇതേതാടി മലയാളം അറിയാത്ത അടുത്ത കുരിശ്? ആ, ഇതവന്റെ വല്ല കൂട്ടുകാരനായിരിക്കും. പോയി നോക്കട്ടെ. നീ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു. അത് ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ഓഹോ, നല്ല ദിവസമല്ല, മീറ്റ് ചെയ്യാൻ തീരെ നല്ല ദിവസമല്ല. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഓക്കെ ഓക്കെ. സാറ, ഇതെൻ്റെ ഫ്രണ്ടാണ് ജോഫിൻ. പഠിച്ചതും വളർന്നതൊക്കെ അങ്ങ് ബോംബെയിലാണ്, അതുകൊണ്ട് മലയാളം അത്ര വശമില്ല. ജോഫിൻ, ഇത് സാറ. ഓ Sarah, you're so hot. എക്സ്ക്യൂസ് മീ, ഫോൺ. എന്താ വേണ്ടത്? ക്യാപ്പച്ചീനോ ഇല്ലേ? ഈ ക്യാപ്പച്ചീനോ മലയാളത്തിൽ എന്താ പറയാ? ക്യാപ്പച്ചിനോ മലയാളത്തിലല്ലേ? ആ, കള്ളെന്ന് പറയും. കള്ള്? അത് സ്റ്റോൺ അല്ലേ? അയ്യോ, അതല്ല, കള്ള്. KALLU. ഓഹോ, താങ്ക് യു. എനിക്ക് മലയാളം കുറച്ച് അറിയാം. എനിക്ക് ചില I don't even know some of the very common words in Malayalam. Like I don't know how to say friend. How do I say friend in Malayalam? ഇവൻ എന്റെ വായിന്ന് മൊത്തം കേട്ടിട്ടേ പോവുള്ളൂ പോങ്ങൻ. മലയാളത്തില് ഫ്രണ്ട്സിനെ വട്ടൻപാർ എന്ന് പറയും. Vattanmar? Oh, Malayalam is such a strange language. Yes. Correct. Very correct. Vineet, നമുക്കൊരു കപ്പ് കള്ളാവാം. കള്ളോ? ആ, കേട്ടോ സാറാ, ഞാൻ എല്ലാ രാവിലെ എണീക്കുമ്പോ എനിക്കൊരു കപ്പ് കള്ള് വേണം. അതൊരു മസ്റ്റാണ്. അപ്പ ഇവിടെ 2 കപ്പ് കള്ള്. കള്ളോ? എനിക്ക് വേണ്ട. എന്താടാ ഇങ്ങനെ? ജസ്റ്റ് ഒരു കപ്പ് കുടിക്കാടാ. ആഫ്റ്റർ ഓൾ നമ്മൾ പണ്ട് തൊട്ടുള്ള വട്ടന്മാരല്ലേ? വട്ടന്മാരോ? വേണോ? എന്തെങ്കിലും ആട്ടെ. കർത്താവേ, അടുത്ത കുരിശാവോ? ഹായ്. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാ. കുട്ടി എങ്ങോട്ടാ? ഞാനിവിടെ ഫോർട്ട് കൊച്ചി വരെ. അയ്യോ, ഫോർട്ട് കൊച്ചിയിൽ ഇതിൽ പോകാൻ പറ്റത്തില്ല, അതിനപ്പുറത്തെ ലിഫ്റ്റിൽ കയറണം. അതെയോ? അറിയിച്ചേനെ നന്ദി കേട്ടോ. ഇവള് കുറച്ച് വിളഞ്ഞ വിത്താണല്ലോ. കർത്താവേ, ഓപ്പൺ ആവില്ലേ? സ്റ്റക്ക് ആവണേ. സ്റ്റക്കായോ? യെസ്. അല്ല, നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കല്ലേ? ഇതിപ്പോ 3rd ഫ്ലോർ ആയിട്ടുള്ളൂ. ശരി. ഇന്ന് നല്ല ദിവസമാണല്ലേ മോനെ? ഓ പിന്നെ, ഇതിലും നല്ല ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നാ സംശയം. എന്തുവാ? അല്ല, നല്ല വണ്ടർഫുൾ ദിവസം എന്ന് പറയുമായിരുന്നു. വണ്ടർലാൻഡോ? അവിടെ പോണതിന് എന്തിനാ ഇങ്ങോട്ട് വന്നത്?
കർത്താവെ പൊണ്ടാരത്തിന് ചെവിയും കേക്കില്ലേ? കേക്കോ? അതിന് ക്രിസ്മസ് കഴിഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല എന്റെ അമ്മച്ചി. ഓ, ഏ? ഓ, സന്തോഷം. പെട്ടു. ഡോർ അങ്ങോട്ട് തുറക്കടാ മോനെ. അതിന്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. ആ അത് തന്നെ, ആ സ്വിച്ച് അങ്ങോട്ട് ഓണാക്ക്. അത് വർക്ക് ചെയ്യുന്നില്ല തള്ളേ. നിനക്ക് വർക്കുണ്ടെങ്കിൽ ഞാനെന്ത് വേണം? ആ ഡോർ അങ്ങോട്ട് തുറക്കടാ. ഇതൊന്തൊരു പരീക്ഷണ കർത്താവെ. കണ്ട ഞെക്കി ഞെക്കി കേടാക്കിയില്ലേ? ഓ ഇനി എന്റെ അഞ്ചത്തേക്ക് കയറിക്കോ. ഇത് പണ്ടാരത്തെയാണോ കണിയുണ്ടാവും കർത്താവേ. 10 മിനിറ്റ് കൊണ്ട് വളച്ചു വരാന്ന് പറഞ്ഞു പോയ ആളാ 1 മണിക്കൂറായി. അവള് വളയുന്ന ടൈപ്പൊന്നും അല്ല. എന്താടാ വളഞ്ഞോ? പോടാ. ഇവിടെ മനുഷ്യൻ ജീവിതം എടുത്തിരിക്കുമ്പോഴാ അവന്റെ ഒരു വളയ്ക്കല്. അതെന്താ അവള് വളഞ്ഞില്ലേ? ആ വളഞ്ഞു വളഞ്ഞു. ഇതാ ഇവിടെ എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. മനുഷ്യനെ ചെവി തല കേൾപ്പിക്കുന്നില്ല. ആഹാ, എന്നാ ഒന്ന് കൊടുക്കടാ അവക്ക്. ഇപ്പൊ കൊടുക്കാം. ലിഫ്റ്റ് ഓപ്പറേറ്ററാ. ആ, ആ. തെറി, തെറി. താനോടെ പോയി കിടക്ക. തനിക്കൊരു ഉത്തരവാദിത്തമില്ലേ? തെണ്ടി. നിനക്ക് ഉത്തരവാദിത്തമില്ലേ? എടാ നാറി, നീ ഇങ്ങോട്ട് വാടാ. തെണ്ടി പരപ്പേ നാറി. നീ ഇങ്ങോട്ട് വാടാ, നിന്നെ ശരിയാക്കി തരാ. അമ്പട വില്ല. നീ വിചാരിച്ച ഈ തളയെ പറ്റിക്കാന്ന്? പോടാ. നീ കൊറേ നേരായി നീ എന്നെ കടിക്കോ? നിനക്ക് ഉത്തരവാദിത്തമില്ലേ? ആരും കേട്ടില്ലല്ലോ. ആ ഇന്നലെ അവന്റെ ആക്ഷൻ കാണുമായിരുന്നു. വെറും ഷോ എന്ന് വെച്ചാൽ വെറും ഷോ ആയിരുന്നു. ഹായ് ഹായ് ജോഫിൻ. ഓ റോയ് സർ. സാറോ? എങ്ങനെ പരിചയം? കോളേജിൽ സീനിയർ ആണെന്ന് കരുതി ഇത്രയ്ക്ക് ബഹുമാനം വേണോ? റോയ് ഇവിടെ? ഇതെന്റെ കോഫി ഷോപ്പാണോ? ഓ ഐ സി. എന്നിട്ട് കോഫിയൊക്കെ കുടിച്ചോ? ആ നമ്മൾ കുടിച്ചിട്ട് ഐ എം ലീവിംഗ് നൗ. ഓ എന്തായാലും നടക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ബൈ. റോയ് ഐസക്. എടി സാറേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ജോഫിന് റോഷനോടുള്ള പെരുമാറ്റം നീ കണ്ടോ? എന്തൊരു ബഹുമാനാടി. സാർ എന്നൊക്കെ വിളിക്കുന്നു. ശരിയാ, ഒരു ജൂനിയർ സീനിയർ റെസ്പെക്ടിന് പുറമെ വേറെ എന്തൊക്കെയോ ഉണ്ട്. യെസ്. എന്നിട്ട് ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോ ഇവന്റെ മുഖം കണ്ടിരുന്നു. ഒരു വരി പാണ്ടിലോറി കയറിയ തവളനെ പോലെ. ലിഫ്റ്റിന്ന് ഇറങ്ങി വരുമ്പോ ഇവൻ ക്ഷീണിച്ച് വീണില്ലെന്നേ ഉള്ളൂ. ഇവൻ ഇതൊന്നും കിട്ടിയാ പോരാ. എന്നാലും ആ സീൻ ആലോചിക്കുമ്പോഴാ ചിരി നിർത്താൻ പറ്റുന്നില്ല. അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്റെ കർത്താവേ. ഇത് നമ്മൾ ശരിക്കും ആഘോഷിക്കേണ്ടതാ. ആനന്ദേ, നിനക്കൊരു പാക്കറ്റ് ലഡു എങ്കിലും വാങ്ങിച്ചോണ്ട് വന്നിടുമായിരുന്നോ? എന്തിനാ ലഡു മാത്രം ആക്കുന്നേ? കുറച്ച് പടക്കം കൂടെ വാങ്ങി പൊട്ടിക്ക്. ഇതാണല്ലേ എല്ലാ പഞ്ചാരക്കുട്ടന്മാർക്കും ഒരു ദിവസം ഉണ്ട്, ഒരു ദിവസം ഉണ്ടെന്ന് പറയുന്നത്. നിനക്കെന്നെ പട്ടിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചാ മതി. അല്ലാതെ വളഞ്ഞു പിടിച്ചിട്ടേ കൈ കൊടുക്കണ്ട. എനിക്ക് പട്ടിയോട് ചോദിക്കേണ്ടി വരും നിന്നെ അങ്ങനെ വിളിക്കുന്നതിന്റെ മുമ്പേ. എന്നാ പോയി ചോദിച്ചിട്ട് വാ. നീ ചോദിക്കുന്ന ഭാഷ പട്ടിക്ക് മനസ്സിലാവും. എല്ലാവരും വർഗമാണല്ലോ. മതി മതി, 2 പേര് ഇതിന്റെ പേരും പറഞ്ഞ് കടിച്ചു കയറണ്ട. ഇന്നെന്തായാലും ടോണി ഡേ ആയി കൊണ്ടാടും. എന്താ സാറേ ഇത്? നിനക്കെങ്കിലും എന്നോട് കുറച്ച് സ്നേഹം ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. എന്നാ കേട്ടോ, ഇല്ല. എന്താടാ ഒരു പാട്? ചുമ്മാ ഇരിക്കും. എന്ത് പാട്? എടാ ടോണി, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആ ക്രീമൊന്നും തേച്ചിട്ട് കാര്യമില്ല, പാടൊന്നും മാറില്ലെന്ന്. ആ പാടല്ല, ചുവന്ന കല, അടി കിട്ടിയ പോലത്തെ ഒരു പാട്. നോക്കട്ടെ. സത്യം പറയടാ ടോണി, ഇന്നേത് പെണ്ണിന്റെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങിച്ചത്? എനിക്കൊരു കോള് വരാനുണ്ട്, ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ. അങ്ങനെ പോവല്ലേ? എന്താ കാര്യമെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ആ ലിഫ്റ്റിലെ തള്ളയില്ലേ, അവർക്ക് ചെവി കേൾക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വലത്തെ ചെവി കുറച്ച് കേൾക്കായിരുന്നു. അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പോ ഞാൻ അവരെ കുറെ തെറി പറഞ്ഞു. പക്ഷെ മുഴുവൻ തെറിയും പറഞ്ഞത് അവരുടെ വലത്തെ സൈഡിൽ നിന്നായിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. മതി മതി. എന്നാലും ടോണി, പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നതിന് ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇത് കണ്ട തള്ളമാരുടെ കയ്യിന്ന് അയ്യേ 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 അയ്യേ. എടാ ഇങ്ങനെ കളിയാക്കുമ്പോ നീ തളരാൻ പാടില്ല. ഇന്നൊരു തീരുമാനം എടുക്കണം. ഇനി സ്ത്രീകൾക്ക് ഞാൻ എന്റെ കവിള് വിരിച്ചു കൊടുക്കില്ലെന്ന്. കാരണം എത്ര നാളായിടാ ഇങ്ങനെ, ഇനിന്ന് മാറ്റിപ്പിടിക്കണ്ടേ?
പോടാ, നീ പോടാ. അയ്യേ 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 അയ്യേ